ആശകളാരും കണ്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പടം? ആശകളായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കണ്ട കുടുംബകഥ ജയറാമിന്റെ ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ എല്ലാവരും പുള്ളിക്ക് കുറ്റം പറയാറുണ്ട്. മലയാളത്തിലുള്ള പുള്ളി തമിഴിലൊക്കെയാണ് പോയ മലയാളത്തിൽ പുള്ളിക്ക് നല്ല വേഷമില്ല. അതൊരു അപവാദമാണ്. ജയറാം ശക്തമായിട്ടൊരു തിരിച്ചുവരവ് ഈ പടത്തിലൂടെ നടത്തിയിരിക്കുന്നത്. ജയറാമും കാളിദാസാനും തമ്മിൽ കോമ്പറ്റ് ചെയ്ത വിളിച്ചിട്ടുണ്ട്. അത് ജയറാം തന്നെയാണ് നമുക്ക് പറയാല്ല. ജയറാം തന്നെ മുമ്പിലേക്ക് എന്നാൽ കാളിദാസൻ മുപ്പെത്താനായിട്ട് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ആ കൂടുതൽ ആശാശരത്തിനോട് വന്നപ്പോൾ പിന്നെ പറയണ്ട, ആ കുടുംബം പൂർണ്ണമായി. അതോടൊപ്പം അവർ സപ്പോർട്ടിങ് റോളുകളൊക്കെ ചെയ്ത ആൾക്കാരെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പിന്നെ ഇതിനെ ഒരു മ്യൂസിക്കൽ സന്ദർഭത്തിന് അനുയോജ്യമായ പാട്ടുകളായിരുന്നു. കരച്ചിലൊന്നോ? ഞാൻ ശരിക്കും 2 ദിവസം തലമുറകളിൽ ഞാൻ അറിഞ്ഞത് കാരണം എന്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുള്ളൊരു കഥ. എന്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുള്ളൊരു കഥയാണ്. കാരണം ഞാൻ 10 വയസ്സ് മുതൽ നടനാകാൻ നടന്നിട്ട് 65ാമത്തെ വയസ്സിൽ സിനിമയാണ്. ജയറാന്റെ കൂടെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പഞ്ചവർത്തത്തിൽ ജയറാന്റെ കൂടെ അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഇന്ന സിനിമാ രംഗത്ത് നടക്കുന്ന ചില തെറ്റായ കാര്യങ്ങൾ ഇതിനെല്ലാം ചൂണ്ടിക്കാണിക്കാത്തുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ആശകളായിരുന്നു ജയറാമിന്റെ? പറയില്ലേ നല്ല സിനിമയാണ്. നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ജയറാം കാണുന്ന സ്കൂബയിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയായിരുന്നു അത് ആശകളായാലും. ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ കണ്ടിറങ്ങുന്ന ഏതൊരു പ്രേക്ഷകനും ഒരുപാട് ആശകൾ തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് സിനിമാ മൂവികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ല സിനിമ തന്നെയായിരുന്നു ആശകളായാലും. ജയറാമിന്റെ പഴയ കുറച്ച് സിനിമകളുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എങ്ങനെയായിരുന്നു എൻജോയ് ചെയ്തത്? അതൊക്കെ ശരിക്കും നമ്മൾ തിയേറ്ററിൽ ആ മൊമെന്റിൽ അത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കണക്ട് ആവുന്നില്ല. പക്ഷേ തിയേറ്ററിൽ ആ മൊമെന്റിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ വർക്കായിരുന്നു. വർക്കായിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള സിനിമയാണ്. എനിക്ക് വേറൊരാൾക്ക് ചിലപ്പോൾ അത് തിയേറ്ററിൽ വന്നിരുന്ന ഒരു അടിയിടിയും ബഹളമൊന്നും ഇല്ലാതെ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ തിയേറ്ററിൽ ഫാമിലിയായിട്ട് വന്ന് ചിരിച്ചിറങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇറങ്ങാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് ആശയം. ഇപ്പൊ ജയറാമിന്റെ കുറെ കാലത്തിന് ശേഷം ഒരു പരിപാടി തന്നെയാണ്. അതെ, തീർച്ചയായും. പുള്ളിക്കാരൻ പറയുന്ന പോലെ ഒരുപാട് സിനിമ ചെയ്യാന്നുള്ളതല്ല, ചെയ്യുന്ന സിനിമ പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന സെറ്റായിട്ട് സിനിമ ചെയ്തതിന്റെ കാര്യമാണ്. അപ്പം ഇത് നല്ലൊരു ഫാമിലി ഹിറ്റ് ആവാൻ ചാൻസ് ഉള്ളൊരു ഫിലിമാണ്. ഹിറ്റ് ആവട്ടെ. നല്ല മൂവിയാണ്, ഫാമിലി മൂവിയാണ്. പിന്നെ ജയറാമേട്ടും കണ്ണനും ആശ ചേച്ചിയും ആ ഒരു കോംബോ ഭയങ്കര സ്വീറ്റായിട്ട് നല്ലൊരു ഫാമിലി മൂവിയാണ്. നല്ല പടമാണ്. നന്നായിട്ടുണ്ട്. നമുക്ക് നല്ല ഒരു ഫീൽ തരുന്ന ഒരു പടമാണ്. കണ്ണന്റെ പെർഫോമൻസ് ആയാലും ജയറാമേട്ടനായാലും ആശ ചേച്ചി ആയാലും എല്ലാവരും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. പിന്നെ എസ്പെഷ്യലി സിനിമയ്ക്ക് പിന്നാലെ സിനിമയിൽ എന്തെങ്കിലും ആവാൻ ഓടി നടക്കുന്ന ആളുകളെ ഭയങ്കരമായിട്ട് കണക്ട് ആവും സിനിമ. നല്ല പടമായിരുന്നു. കുറെ ഇമോഷണൽ സീക്വൻസസ് ഒക്കെ അതാ ഞാൻ പറഞ്ഞത്. ഫാമിലി മൊമെന്റ്സ് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാ വീടുകളിലും ഉണ്ടാവും സിനിമയിൽ എത്തിപ്പെടാൻ അല്ലെങ്കിൽ സിനിമയോട് ഭയങ്കര ക്രേസ് ഉള്ള ആരെങ്കിലും ഒക്കെ. അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് കണക്ട് ആവും. നല്ല മൂവിയാണ്. പഴയ കുറച്ച് ജയറാമേട്ടൻ റെഫറൻസ് പഴയ സിനിമ കാണിക്കുന്നുണ്ട്, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് നന്നായി കണക്ട് ആയിട്ടുണ്ട്. വർക്കായിട്ടുണ്ട്. കോമഡി നന്നായിട്ടുണ്ട്. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല ഫാമിലി മൂവിയാണ്. ഇൻഡസ്ട്രിയിൽ ശരിക്കും സിനിമ ചെയ്യണം എന്നല്ല, മലയാളം സിനിമയിൽ സിനിമ ചെയ്യണം. കാരണം ജയറാമനൊക്കെ ഒന്ന് കണ്ണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിലുള്ള കാര്യം 1000 ആശകളാണ് ഏറ്റവും പുതിയ സിനിമ. അടിപൊളി സിനിമ. ഇത് കോമഡി എങ്ങനെ ഉണ്ടായിരുന്നു? അവര് നമ്മളെ ഇമോഷണൽ സാധനങ്ങളൊക്കെ അടിപൊളി സാധനം. കാരണം നമ്മളെ ആ സിനിമ ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷമല്ലേ ഒരു സിനിമ കാണുന്നത്. അടിപൊളിയായിട്ട് നമ്മളൊരു പ്രേക്ഷകർക്ക് എൻഗേജ് ചെയ്ത് നമുക്ക് ലാഗ് തന്നെ സാധനമില്ല ഇതിന്. സിനിമ ആകുള്ള സംഘടന സിനിമ കഴിഞ്ഞു പോയെന്നുള്ള ഒരു സംഭവം മാത്രമാണ്. പെട്ടെന്ന് കഴിഞ്ഞു പോയതല്ല, അത്രയും എൻഗേജ് ചെയ്തിരുന്ന ആ സിനിമ. നമ്മളെ സിനിമയുടെ ഉള്ളിൽ നിന്ന് നടക്കുന്ന ഒരു സിനിമാകഥ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. ജയറാമേട്ടന്റെ പഴയ സിനിമകളുടെ കുറെ റെഫറൻസ് ഉണ്ട്, അതൊക്കെ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്? നമുക്കത് അങ്ങനെ ഒരു കോപ്പറേറ്റ് പോലെ സംഭവം തോന്നുന്നില്ല. നമുക്ക് ഒരു സന്തോഷം എന്ന് വെച്ചാൽ ജയറാമനൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറെ നാളുകൾക്ക് ശേഷമാണ് സിനിമ ചെയ്യുന്നത്. ബ്രഹ്മോത്സവമൊക്കെ കഴിഞ്ഞ് ഒരു ഹിറ്റ് അടിച്ചതിന് ശേഷം പിന്നെ ഒരു ഹിറ്റിൽ വേറെ സിനിമ. ഇത് 101% ഹിറ്റ് തന്നെ ആയിരിക്കും. കാരണം ജയറാമനൊക്കെ ശരിക്കും കുടുംബ പ്രേക്ഷകർക്ക് ഒഴിച്ചുവിടാൻ പറ്റുന്ന ഒരു നടനാണ്. അദ്ദേഹമൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇമോഷൻസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണൂടി കണ്ട് തണങ്ങി പോകും. അത്രയും ശരിക്കും ആക്ടിങ് കഴിവുള്ള ഒരു നടനാണ്. ഇത് സിനിമകൾ ചെയ്യട്ടെ, സിനിമകൾ അത്തരം സിനിമകൾ കിട്ടട്ടെ എന്നുള്ളത് നമ്മൾക്ക് പ്രാർത്ഥന. ഫാമിലി ഓഡിയൻസിനൊക്കെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അതേ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ 101% കാണാൻ പറ്റിയ സിനിമയാണ്. ഇത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ അവസ്ഥയായിരിക്കും, പ്രേക്ഷകരുടെ അവസ്ഥയായിരിക്കും. അത്ര നല്ല സിനിമ.
ജയറാമേട്ടൻ തിരിച്ചു വന്നു. കാരണം തിരിച്ചു പോകല്ലേ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥന. ഇവിടെ ഉണ്ടാവണം, അത് ഇൻഡസ്ട്രിക്ക് ഗുണമാണ്. ജയറാമേട്ടനൊക്കെ പോലത്തെ നടന്മാര് മലയാള സിനിമകൾ ചെയ്യുമ്പോൾ പ്രേക്ഷകർക്കും സിനിമ കാണാൻ ആസ്വദിക്കുന്നവർക്കൊക്കെ നല്ലൊരു കാര്യമായിരിക്കും ജയറാമേട്ടനൊക്കെ സിനിമ ചെയ്യുമ്പോൾ. ഇനിയും നല്ല സിനിമകൾ ചെയ്യട്ടെ. ഈ സിനിമ എന്തായാലും കുടുംബ പ്രേക്ഷകർ എല്ലാവരും ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് പറയും.